ഹോങ്ലു തിരികെ വന്നാൽ താൻ അവളോടൊപ്പം അവിടെ വിട്ട് പോയി മറ്റൊരു സ്ഥലത്ത് താമസമാക്കും എന്നൊക്കെ തിങ്ങാൻ പറഞ്ഞതിനെക്കുറിച്ച് ചിന്തിച്ച് സിമാജിയാവോ ആകെ വിഷമിച്ച് നിൽക്കുന്ന സമയത്താണ് നിഞ്ചു തിരികെ എത്തിയത്. ഷീ രക്ഷപ്പെട്ട വിവരം അവൻ അറിയിക്കുന്നു. എന്നിട്ടും അയാളെ ഫോളോ ചെയ്യാതെ അവനിങ്ങനെ തിരികെ ഇങ്ങോട്ടേക്ക് വന്നത് എന്താണെന്ന് സിമാജിയാവോ അന്വേഷിക്കുന്നു. അപ്പോഴാണ് മുമ്പ് കൊല്ലപ്പെട്ട ഹോങ്ലു റൂളിംഗ് ആയിരുന്നു എന്നുള്ള വിവരം നിഞ്ചു അവനോട് പറയുന്നത്. ആ ചിത്രവും അവൻ സിമാജിയാവോയെ കാണിക്കുന്നുണ്ട്. ഒരുപാട് കാലത്തെ തിരച്ചിലിനൊടുവിൽ റൂളിംഗ് എവിടെയാണെന്ന് കണ്ടെത്തിയിട്ട് അവസാനം ഒന്ന് മിണ്ടാൻ പോലും കഴിയാതെ അവളെ മിസ്സായതിൻ്റെ വിഷമം നിഞ്ചു പറഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സോൾ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവൻ കാവൽ നിന്നത് ഹോങ്ലുവിനെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി തന്നെ ആയിരുന്നുവെന്ന് സിമാജിയാവോ അവനെ അറിയിക്കുന്നു. റൂളിങ്ങിന് തിരികെ വരാൻ കഴിയും എന്നറിഞ്ഞതോടെ നിഞ്ചുവിന് സന്തോഷമാവുന്നുണ്ട്. പക്ഷെ ഒരുപാട് സന്തോഷിക്കാറായിട്ടില്ല. കാരണം അന്നങ്ങനെ സോൾ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അവളുടെ സോളിന് നന്നായി ഡാമേജ് പറ്റിയിരുന്നതായി സിമാജിയാവോയ്ക്ക് മനസ്സിലായിരുന്നു. അതുകൊണ്ട് തന്നെ തിരികെ വന്നാലും അവൾക്ക് നിഞ്ചുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ ഉണ്ടായിരിക്കാൻ ഒട്ടും സാധ്യതയില്ല. അവനെക്കുറിച്ച് അവൾ മറന്നു പോകാനാണ് സാധ്യത. അതുകൊണ്ട് അതിനെ നേരിടാൻ തയ്യാറെടുത്തിരിക്കുന്നതാണ് നല്ലതെന്ന് സിമാജിയാവോ ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോൾ തിങ്ങാൻ അടുത്തുണ്ടായിട്ടും അവൾ തന്നെ മറന്നുപോയതിൻ്റെ വിഷമം അവൻ ശരിക്കും അനുഭവിക്കുകയാണല്ലോ. ഇനി നിഞ്ചുവും അത് തന്നെയാണ് ഫേസ് ചെയ്യാൻ പോകുന്നതെന്നാണ് സിമാജിയാവോ പറഞ്ഞത്. സിമാജിയാവോയുടെ വാക്കുകളിൽ നിന്ന് തന്നെ അവനിപ്പോൾ എത്രത്തോളം വേദന അനുഭവിക്കുന്നുണ്ട് എന്ന് നിഞ്ചുവിന് മനസ്സിലാവുന്നുണ്ട്. എന്നാലും അവൾ ജീവനോടെ ഉണ്ട് എന്ന് തിരിച്ചറിയുന്നത് തന്നെ വലിയൊരു കാര്യമാണ് എന്ന് സിമാജിയാവോ പറയുന്നു. അങ്ങനെ കരുതി ആശ്വസിക്കാനും നിഞ്ചുവിനോട് പറയുന്നുണ്ട്. അവനിപ്പോൾ അതാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിഞ്ചുവിൻ്റെ പിടിയിൽപ്പെടാതെ രക്ഷപ്പെട്ടു പോയ ഷീ വഴിയിലൊരിടത്ത് വെച്ച് മിങ്ലിയുടെ മുന്നിൽ പെടുന്നു. പക്ഷേ മിങ്ലി അയാളെ കൊല്ലാതെ വിട്ടയക്കുന്നുണ്ട്. തിങ്ങാൻ കഴിഞ്ഞ 18 വർഷങ്ങളായി അയാളെയാണല്ലോ അച്ഛൻ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അവളെ കൊണ്ട് അങ്ങനെ വിളിപ്പിക്കണമെങ്കിൽ അയാൾക്ക് അതിന് തക്കവണ്ണം എന്തെങ്കിലും കഴിവുണ്ടായിരിക്കണമല്ലോ. മാത്രമല്ല തിങ്ങാൻ്റെ ഹിസ്റ്ററിയെക്കുറിച്ച് ഇപ്പോൾ ഏറ്റവും നന്നായി അറിയാവുന്നത് അയാൾക്കാണ്. അതുകൊണ്ട് നാളെ ഒരിക്കൽ അയാളെ കൊണ്ട് എന്തെങ്കിലും ഉപയോഗം ഉണ്ടായേക്കും എന്ന് കരുതിയാണ് മിങ്ലി അയാളെ വിട്ടയക്കാൻ തയ്യാറായത്. ഷിയുടെ മേൽ ഒരു കണ്ണ് വേണമെന്ന് മിങ്ലി ഗോസ്റ്റിന് ഓർഡർ നൽകുകയും ചെയ്യുന്നുണ്ട്. മിങ്ലി ഇങ്ങനെ തങ്ങളെ വിട്ടയച്ചത് എന്തെങ്കിലും ദുരുദ്ദേശത്തോടെ തന്നെ ആയിരിക്കുമെന്ന് ഷിയും ഊഹിക്കുന്നുണ്ട്. ഫെങ്ഷിയോട് അവിടെ വിട്ട് പോകാൻ സിമാജിയാവോയും തിങ്ങാനും ഒക്കെ പറഞ്ഞെങ്കിലും അവനിപ്പോഴും അവിടെ തന്നെ നിൽക്കുകയാണ്. സിമാജിയാവോയും നിഞ്ചുവും കൂടി പുറത്തേക്കിറങ്ങിയ സമയത്ത് അവൻ തിങ്ങാനുള്ള ഫുഡുമായി അവർക്ക് ഓപ്പോസിറ്റ് വരുന്നുണ്ട്. നിഞ്ചു അവൻ അവിടെ നിന്ന് പറഞ്ഞയക്കാൻ ഇപ്പോഴും ശ്രമിക്കുന്നുണ്ടെങ്കിലും തിങ്ങാന് ഇഷ്ടമുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ ഞാനിവിടെ ഉണ്ടായേ പറ്റൂ, അല്ലെങ്കിൽ പിന്നെ അവൾ നന്നായി ഫുഡ് കഴിക്കില്ല, അത് കാരണം നന്നായി ഉറങ്ങില്ല എന്നൊക്കെ ഫെങ്ഷി വാദിക്കുന്നു. സിമാജിയാവോയ്ക്ക് ഇതൊക്കെ കേട്ടിട്ട് ദേഷ്യം വരുന്നുണ്ടെങ്കിലും തൽക്കാലം അവൻ കൂടുതൽ തർക്കിക്കാനൊന്നും നിൽക്കാതെ ഫെങ്ഷി അവൻ്റെ വഴിക്ക് വിടുന്നുണ്ട്. തിങ്ങാനോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുന്നതിന് വേണ്ടി ഫെങ്ഷി അവൾക്കൊപ്പം കൂടുതൽ പ്രാക്ടീസ് ചെയ്യുകയും മറ്റും ചെയ്യുന്നു. തിങ്ങാനാണെങ്കിൽ ഇങ്ങനെ ട്രെയിനിങ് ചെയ്യുന്നത് ഒട്ടും ഇഷ്ടമല്ല. നേരത്തെ ഷിയുടെ നിർബന്ധം കാരണം സെൽഫ് ഡിഫെൻസിന് വേണ്ടിയിട്ടായിരുന്നു അവൾ ഈ ട്രെയിനിങ് ഒക്കെ നടത്തിക്കൊണ്ടിരുന്നത്. അല്ലാതെ അവൾക്ക് അതിനോടൊന്നും ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. രാത്രിയായപ്പോഴാണ് ഫെങ്ഷി ട്രെയിനിങ് മതിയാക്കി പോയത്. ഇവനിത് എന്താണ് പറ്റിയത്? പോകാൻ പറഞ്ഞിട്ടും ഇവൻ പോവാതെ ഇങ്ങനെ ഇവിടെ തന്നെ നിൽക്കുന്നത് എന്താണ് എന്നൊക്കെ ചിന്തിച്ച് അവൾ അകത്ത് പോയി കിടക്കുന്ന സമയത്ത് സിമാജിയാവോ അങ്ങോട്ടേക്ക് വരുന്നു. ഞാൻ നിന്നെ ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകാമെന്ന് പറഞ്ഞ് അവൻ അവളെ ഒരിടത്തേക്ക് പോകാൻ വിളിക്കുന്നുണ്ട്. അവൾക്ക് നോ പറയാൻ തോന്നുന്നില്ല. അങ്ങനെ അവൾ അവൻ്റെ കൂടെ ചെല്ലുന്നു. അവിടെയുള്ള ഒരു ടവറിലേക്കാണ് അവൻ അവളെ കൊണ്ടുപോയത്. മുമ്പ് അവൻ്റെ കൊട്ടാരത്തിലുണ്ടായിരുന്നത് പോലെയുള്ള ഒരു ടവർ ഇപ്പോൾ അവൻ ഇവിടെയും ഉണ്ടാക്കിയിരിക്കുകയാണ്. അത് കണ്ടപ്പോൾ മുമ്പ് അവിടെ വന്നിട്ടുണ്ട് എന്നൊരു ഫീലിംഗ് തിങ്ങാൻ തോന്നുന്നുണ്ട്. പക്ഷേ അതിനെപ്പറ്റിയുള്ള ഓർമ്മകൾ അവൾക്ക് കിട്ടുന്നില്ല. ഇവിടെ വെച്ചായിരുന്നു നമ്മൾ തമ്മിൽ ആദ്യം കണ്ടുമുട്ടിയത്. അന്ന് ഈ പടികൾ കയറാൻ നിനക്ക് നല്ല മടിയായിരുന്നു. എത്ര കഷ്ടപ്പെട്ടാണ് നീ ഇതൊക്കെ കയറിയിട്ടുണ്ടായിരുന്നതെന്ന് നിനക്കറിയാമോ? ഇപ്പോൾ എന്തായാലും നിനക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ട് തോന്നാൻ സാധ്യതയില്ല എന്നൊക്കെ അവൻ പറയുന്നു. ഇപ്പോഴത്തെ അവളുടെ കൾട്ടിവേഷൻ ലെവൽ വെച്ച് ഈ പടികൾ കയറുന്നത് അത്ര വലിയ കാര്യമല്ല എന്ന് അവളും സമ്മതിക്കുന്നുണ്ട്. ഇപ്പോഴും അത് ചെയ്യാൻ അവൾക്കൊട്ടും ഇഷ്ടമില്ല എന്നുള്ള കാര്യം എനിക്കറിയാമെന്ന് അവൻ പറഞ്ഞപ്പോൾ അവൾക്ക് എതിർത്തൊന്നും പറയാൻ കഴിയുന്നില്ല. കാരണം അവൾക്കത് കയറുന്നത് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. അവൻ അവളുടെ അടുത്തേക്ക് വന്ന് അവളെ താങ്ങിയെടുത്തുകൊണ്ട് പടികൾക്ക് മുകളിലേക്ക് പറക്കുന്നുണ്ട്. തിങ്ങാന് ഇതൊക്കെ ശരിക്കും അത്ഭുതമായിരുന്നു. ആ പടികളിൽ നിറയെ അവൻ കുറേ ലാൻറ്റേൺസ് അലങ്കരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ അവൾക്ക് വേണ്ടിയിട്ട് അവൻ പ്രിപ്പയർ ചെയ്തതാണ്. അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ അവളെ സന്തോഷിപ്പിക്കുമെന്ന് അവൻ അറിയാമായിരുന്നു. ശരിക്കും അവൾ ഇതൊക്കെ കണ്ട് നന്നായി സന്തോഷിക്കുന്നുണ്ട്. ഈ ഡീമൻസിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ വളരെ വിരളമാണ് എന്ന് അവൾ പറയുന്നു. നിനക്ക് വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ റെഡിയാക്കിയത്. നിനക്കിത് ഇഷ്ടമാണെങ്കിൽ എന്നും ഇതൊക്കെ തെളിയിക്കാൻ ഞാൻ തയ്യാറാണ് എന്നൊക്കെ അവൻ പറയുന്നുമുണ്ട്. ഇതൊക്കെ കേട്ടപ്പോൾ തിങ്ങാൻ അറിയാതെ അവൻ്റെ തോളിലേക്ക് ചാഞ്ഞു കിടന്നു പോകുന്നു. ടവറിന് മുകളിലെത്തിയപ്പോൾ അവളുടെ ആഗ്രഹപ്രകാരം ആ വിളക്കുകളൊക്കെ അവൻ നക്ഷത്രങ്ങളാക്കി മാറ്റുന്നു. അത് ആകാശത്ത് നിന്ന് ഒരു മഴ പെയ്യുന്നത് പോലെ താഴേക്ക് വീഴാൻ തുടങ്ങുന്നുണ്ട്. ഇതും തിങ്ങാൻ വളരെ ഇഷ്ടപ്പെടുന്നു. ഈ സ്ഥലമൊക്കെ അവൻ അവൻ്റെ മുമ്പത്തെ കൊട്ടാരത്തിൽ നിന്ന് അതേപോലെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതാണ്. അവന് ഇവിടം വളരെ ഇഷ്ടമായതുകൊണ്ടാണോ ഇതിങ്ങോട്ടേക്ക് കൊണ്ടുവന്നതെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. എനിക്കിവിടം ഒട്ടും ഇഷ്ടമല്ല. 500 വർഷങ്ങൾ ഞാൻ ഇവിടെ തടവിലായിരുന്നതാണ്. പക്ഷേ നമ്മൾ ഒരു സമയത്ത് ഇവിടെ ഒരുമിച്ച് ജീവിച്ചതാണ്. ഇവിടെ നിൻ്റെ ഗന്ധമുണ്ട്, അതുകൊണ്ടാണ് ഞാനിത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതെന്ന് അവൻ പറയുന്നു.
അത് കേട്ടപ്പോൾ തിങ്ങിയാനൊന്ന് മൂഡ് ഓഫ് ആവുന്നുണ്ട്. കാരണം അവൾ എപ്പോഴും വിചാരിക്കുന്നത് അവൻ ഇഷ്ടപ്പെടുന്നത് ഈ ബോഡിയുടെ യഥാർത്ഥ ഓണറായ തിങ്ങിയാനെയാണ് എന്നാണല്ലോ. അവൻ ഈ പറയുന്നതൊക്കെ അവളെ പറ്റിയാണല്ലോ, അവൾക്ക് വേണ്ടിയിട്ടാണല്ലോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ ചിന്തിച്ചാണ് അവൾ മൂഡ് ഓഫ് ആയത്. അവൻ്റെ ഫ്ലെയിം ഫ്ലവർ സൂക്ഷിച്ചിരുന്ന സ്ഥലത്തേക്കും അവൻ അവളെ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. പക്ഷേ ആ ഫ്ലവർ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. അവിടെ എന്തോ മിസ്സിംഗ് ഉള്ളതുപോലെ തിങ്ങിയാൻ ഫീൽ ചെയ്യുന്നു. അങ്ങനെ അവൾ പറഞ്ഞപ്പോൾ അവൻ ആ ഫ്ലവർ അവൾക്ക് കാണിച്ചു കൊടുക്കുന്നു. അവനെ കണ്ട ഉടൻ തന്നെ അത് അവൻ തെറി വിളിക്കാൻ തുടങ്ങുന്നുണ്ട്. തിങ്ങിയാൻ മുമ്പ് അതുമായി സംസാരിക്കാറുണ്ടായിരുന്ന സമയത്ത് അവൾ പറയുന്നത് പോലെയൊക്കെയാണ് അതിപ്പോൾ തെറി വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തിങ്ങിയാൻ ഇതിനെങ്ങനെയാണ് തൻ്റെ ഭാഷ വശമായത് എന്ന് സംശയമാവുന്നു. മുമ്പൊരു തവണ ഇതിന് വെള്ളം ഒഴിക്കാനായി ഞാൻ നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് നീ ഇതുമായി സംസാരിക്കുമായിരുന്നു. അങ്ങനെയാണ് ഇത് നിൻ്റെ രീതിയിൽ സംസാരിക്കാൻ പഠിച്ചത് എന്നൊക്കെ സിമാജിയാവോ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. അതേപോലെ തന്നെ അവളുടെ ഇഷ്ടത്തിന് അവിടെ മുമ്പുണ്ടായിരുന്ന ചാരുകസേരയും ഒക്കെ അവൻ തിരികെ കൊണ്ടുവന്ന് അവളോടൊപ്പം അവിടെ റെസ്റ്റ് ചെയ്യുന്നു. ആ സമയത്ത് മുമ്പ് അവൾ ചെയ്യാറുണ്ടായിരുന്നത് പോലെ അവൾക്ക് ഫേസ് മാസ്ക് ഇട്ട് കൊടുക്കുകയും ചെയ്യുന്നു. ഇതൊക്കെ മുമ്പ് അവൾ ചെയ്യാറുണ്ടായിരുന്നതാണെന്ന് അവൻ പറയുമ്പോൾ അവളുടെ ചിന്ത ഇതൊക്കെ ഇവൻ ചെയ്യുന്നത് മറ്റേ തിങ്ങാൻ വേണ്ടിയാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ അവൾ പിന്നെയും മൂഡ് ഓഫ് ആവുന്നു. അവസാനം നീ പറയുന്ന തിങ്ങാൻ ഞാനല്ല എന്ന് അവൾ തുറന്ന് പറയുന്നുണ്ട്. നമ്മൾ ഒരുപാട് തവണ ജീവൻ മരണ പോരാട്ടത്തിലൂടെ കടന്നു വന്നവരാണ്. എനിക്കിതിനെ എങ്ങനെ തെറ്റാനാണ്? ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. പക്ഷേ നീ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. ഇന്ന് നമ്മൾ ആദ്യമായി കണ്ടുമുട്ടുകയാണെന്ന് കരുതിയാൽ മതി. നഷ്ടപ്പെട്ട ഓർമ്മകളൊക്കെ പോയിക്കോട്ടെ. ഇന്നു മുതൽ നമുക്ക് പുതിയ ഓർമ്മകൾ ഉണ്ടാക്കിയെടുക്കാം എന്ന് പറഞ്ഞ് അവൻ അവളെ സമാധാനിപ്പിക്കുന്നു. അവളും അത് സമ്മതിക്കുന്നുണ്ട്. വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള തങ്ങളുടെ ആദ്യത്തെ ഈ മീറ്റിങ്ങിന് ഒരു ഓർമ്മയായി അവൻ്റെ കയ്യിലെ ആ മുറിവ് ഉണക്കാമെന്ന് കരുതി അവൾ അത് ഉണക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ അത് നടക്കുന്നില്ല. സാധാരണ എനിക്കിങ്ങനെയുള്ള മുറിവുകളൊക്കെ ഉണക്കാൻ സാധിക്കുന്നതാണ്, പിന്നെ എന്താണ് ഇത് സാധിക്കാത്തതെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. മുമ്പ് ചെയ്തതുപോലെ അവൾ ആ കയ്യിലെ മുറിവ് ഒരു ബാൻഡേജ് കൊണ്ട് ചുറ്റിക്കെട്ടുന്നുണ്ട്. അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും അവൾ അത് ചെയ്തത്. അതുകൊണ്ട് തന്നെ അത് കണ്ടപ്പോൾ അവന് സന്തോഷമാവുന്നു. ഷിയെ അന്വേഷിച്ചു പോയിരുന്ന നിഞ്ചുവും കൂട്ടരും അയാൾ രക്ഷപ്പെടാൻ ഉപയോഗിച്ച വണ്ടി കണ്ടെത്തുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് അയാൾ അതിലുണ്ടായിരുന്നില്ല. അധികം ദൂരത്തിലല്ലാതെ തന്നെ അയാൾ ഉണ്ട് എന്ന് നിഞ്ചുവിന് മനസ്സിലാവുന്നു. അങ്ങനെ അവർ ആ ഭാഗത്തേക്ക് പോകുന്നുണ്ട്. ഷിയും ശാന്തവും അവിടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ശത്രുക്കൾ അടുത്തെത്താറായി എന്നറിഞ്ഞപ്പോൾ അത്രയും നേരം വീൽ ചെയർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഷീ അതൊക്കെ ഉപേക്ഷിച്ച് എഴുന്നേറ്റ് ഓടാൻ തുടങ്ങുന്നുണ്ട്. ഇപ്പോഴാണ് അയാളുടെ കാലുകൾക്കൊരു കുഴപ്പവും ഇല്ലായിരുന്നുവെന്ന് ശാന്ത് പോലും അറിയുന്നത്. പക്ഷേ അവർ അധികം മുന്നോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ നിഞ്ചു അവരുടെ മുന്നിലെത്തുന്നു. അങ്ങനെ നിഞ്ചുവുമായി അവർക്ക് ഫൈറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട്. പിടിയിലാവും എന്ന് ഉറപ്പായ സമയത്ത് ശാന്തു സർവ്വശക്തിയും ഉപയോഗിച്ച് ഷീയെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുന്നു. അങ്ങനെ ഷീ രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. ശാന്തു നിഞ്ചുവിൻ്റെ പിടിയിലാവുന്നുണ്ട്. ഷീയെ ഫോളോ ചെയ്യാൻ കുറച്ച് പേരെ അയച്ചിട്ട് നിഞ്ചു തൽക്കാലം ശാന്തുവിനെയും കൊണ്ട് തിരികെ സിമാജിയാവോയുടെ അടുത്തേക്ക് പോകുന്നു. തിങ്ങാൻ അന്നും ഒരുപാട് വൈകിയാണ് ഉണർന്നത്. ഉണർന്നപ്പോൾ തന്നെ അവളുടെ മനസ്സിലേക്ക് വന്നത് തലേ ദിവസം രാത്രി സിമാജിയാവോ അവളെ ടവറിന് മുകളിലേക്ക് പൊക്കിയെടുത്തുകൊണ്ട് പോയതൊക്കെയാണ്. അതിനെക്കുറിച്ച് ഓർത്തപ്പോൾ തന്നെ അവളുടെ മുഖമൊക്കെ ചുമന്ന് തുടുക്കുന്നു. താൻ ശരിക്കും സിമാജിയാവോയെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയോ എന്ന് അവൾക്ക് തന്നെ സംശയമാവുന്നു. ഈ സമയത്താണ് ഫെങ്ഷി അവളുടെ മുറിയിലേക്ക് വന്നത്. തലേന്ന് രാത്രി സിമാജിയാവോ അവൾക്ക് വേണ്ടി ചെയ്തതൊക്കെ ഫെങ്ഷിയും കണ്ടിരുന്നു. ഇതൊക്കെ നിന്നെ വീഴ്ത്താൻ വേണ്ടി ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് സിമാജിയാവോയെ കളയാക്കുന്ന രീതിയിലാണ് ഫെങ്ഷി ആദ്യം എന്താണ് തിങ്ങാനോട് സംസാരിച്ചത്. തിങ്ങാന് പക്ഷേ ആ അഭിപ്രായമായിരുന്നില്ല. സിമാജിയാവോ വളരെ നല്ല രീതിയിലാണ് എന്നോട് പെരുമാറുന്നത് എന്ന് അവനോട് താല്പര്യമുള്ള രീതിയിൽ അവൾ പറയുന്നുണ്ട്. അവൻ ഇങ്ങനെ നിന്നോട് നല്ല രീതിയിൽ പെരുമാറുന്നത് നിന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ല, ഒരിക്കൽ അവൻ്റെ ലവറായിരുന്ന ആ പെണ്ണിനോടുള്ള ഇഷ്ടം കൊണ്ടാണ്. അതുകൊണ്ട് നീ തെറ്റിദ്ധരിക്കണ്ട എന്ന് പറഞ്ഞ് ഫെങ്ഷി വീണ്ടും അവളുടെ മനസ്സ് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. തിങ്ങാനും അങ്ങനെ തന്നെയാണല്ലോ വിചാരിച്ച് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവളും ചെറിയ വിഷമത്തിലാവുന്നുണ്ട്. അവർക്ക് കൂടുതൽ സംസാരിക്കാൻ കഴിയുന്നതിന് മുമ്പ് സിമാജിയാവോ അങ്ങോട്ടേക്ക് വന്ന് അവളെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. ശാന്തുവിനെ നിഞ്ചൂപ്പിൽ കൂടി കൊണ്ടുവന്നിരുന്നല്ലോ, അവരുടെ അടുത്തേക്കായിരുന്നു അവൻ അവളെ കൊണ്ടുപോയത്. താൻ പറയുന്നതൊക്കെ സത്യമാണ് എന്ന് അവളെ നേരിട്ട് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടി ശാന്തുവിൻ്റെ ഓർമ്മകളിലേക്ക് അവളെ കൊണ്ട് കടക്കാനായിരുന്നു സിമാജിയാവോ ഉദ്ദേശിച്ചത്. അങ്ങനെ ചെയ്യുന്നതിന് തിങ്ങാന് സമ്മതിക്കുന്നു. പക്ഷേ ആൻറ്റിക്ക് അപകടമൊന്നും സംഭവിക്കരുത് എന്ന് അവൾ ആവശ്യപ്പെടുന്നുണ്ട്. അവരുടെ ജീവൻ ആപത്തൊന്നും സംഭവിക്കില്ല, നിനക്ക് കാര്യങ്ങൾ നേരിട്ട് ബോധ്യമാവും എന്ന് പറഞ്ഞ് അവൻ ശാന്തുവിൻ്റെ ഓർമ്മകളിലേക്ക് അവളെയും കൊണ്ട് കടക്കുന്നു. പക്ഷേ അവൻ പ്രതീക്ഷിച്ചതുപോലെയൊന്നും ആയിരുന്നില്ല അവിടെ കാര്യങ്ങൾ. അവിടെ തിങ്ങാനെ സിമാജിയാവോ തടവിലാക്കിയിരിക്കുന്നതും അവൻ അവിടെ മുഴുവൻ നശിപ്പിക്കുന്നതുമൊക്കെ ആയിട്ടായിരുന്നു അവരുടെ ഓർമ്മകളിൽ ഉണ്ടായിരുന്നത്. യാഥാർത്ഥ്യം അവളെ കാണിച്ചു കൊടുക്കാൻ കൂട്ടിക്കൊണ്ടുവന്ന സിമാജിയാവോ ഇപ്പോൾ അബദ്ധക്കാരനായതുപോലെ ആവുന്നു. തിങ്ങാനാണെങ്കിൽ ചെറുതായിട്ട് അവനൊന്ന് വിശ്വാസം വന്ന് തുടങ്ങിയതായിരുന്നു. ഇപ്പോൾ ഇത് കണ്ടപ്പോൾ അത് മുഴുവനായി അവൾക്ക് നഷ്ടമാവുന്നു. സിമാജിയാവോ തടവിലാക്കിയിരിക്കുന്ന അവളെ ഷെൻഷു വന്ന് രക്ഷപ്പെടുത്തുന്നതും ആ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിനിടയിൽ ഷെൻഷു കൊല്ലപ്പെടുന്നതുമൊക്കെയാണ് അവിടെ അവൾക്ക് കാണാൻ സാധിച്ചത്. പിന്നീട് തനിച്ചായ അവളെ ശാന്തു വന്ന് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോവുകയായിരുന്നു. അതിനുശേഷം അവളുടെ അച്ഛനായ ഷിയുടെ എനർജി അവൾക്ക് ഡിവൈഡ് ചെയ്ത് നൽകിക്കൊണ്ടാണ് അവളുടെ ജീവനെന്ന് രക്ഷപ്പെടുത്തിയത് എന്നൊക്കെയാണ് ശാന്തുവിൻ്റെ ഓർമ്മകളിൽ നിന്ന് തിങ്ങാന് കാണാൻ സാധിച്ചത്. ഇത്രയും ആയപ്പോഴേക്കും സിമാജിയാവോ അവളെയും കൊണ്ട് അവിടെ നിന്ന് പുറത്തിറങ്ങുന്നു.
അവൻ ഇതുവരെ പറഞ്ഞതിന് വിപരീതമായിട്ട് കാര്യങ്ങളൊക്കെ നേരിട്ട് കണ്ടതോടെ തിങ്ങാൻ ഇത്രയും നേരം അവരോടുണ്ടായിരുന്ന ആ ചെറിയ വിശ്വാസം പോലും നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെയല്ല ശരിക്കും സംഭവിച്ചത്, എങ്ങനെയാണ് ഇവരുടെ ഓർമ്മകൾ ഇങ്ങനെ ആയതെന്ന് എനിക്കറിയില്ല എന്നൊക്കെ സിമാജിയാവോ പറയുന്നുണ്ടെങ്കിലും അവൾ അവനെ വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല. ഇതേ സമയത്ത് തന്നെയാണ് അവളുടെ വിശ്വാസം ഒന്നുകൂടി നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ശാന്തു മരിച്ചിരിക്കുന്നുവെന്നും അവർ തിരിച്ചറിയുന്നത്. അവർക്ക് അപകടമൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി അവരുടെ സോൾ ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്തതായിരുന്നു, പിന്നീട് ഇതങ്ങനെ സംഭവിച്ചുവെന്ന് എനിക്കറിയില്ല എന്ന് സിമാജിയാവോ പറയുന്നുണ്ട്. എന്തായാലും തിങ്ങാൻ അപ്പോൾ കൂടുതൽ കേൾക്കാനുള്ള മനസ്സുണ്ടായിരുന്നില്ല. ഇപ്പോൾ എൻ്റെ മൈൻഡ് ആകെ കലങ്ങി മറിഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ട് എനിക്ക് ആലോചിക്കാൻ കുറച്ച് സമയം വേണമെന്ന് അവൾ ആവശ്യപ്പെടുന്നു. ഇതേ സമയത്ത് തന്നെ തിങ്ങാൻ്റെ മനസ്സിലേക്ക് അവൾ യഥാർത്ഥത്തിൽ ഷെൻഷുവിനെ കൊല്ലുന്ന സമയത്തെ ഓർമ്മ ചെറുതാണെന്ന് മിന്നി മറയുന്നുണ്ട്. അതോടെ അവൾക്ക് പെട്ടെന്ന് ബോധം നഷ്ടപ്പെടുന്നു. സിമാജിയാവോ ഓടിച്ചെന്ന് അവളെ താങ്ങി പിടിക്കുന്നുണ്ട്. ശാന്തു മരിച്ചിരിക്കുന്നുവെന്ന വിവരം അവരുടെ ലൈഫ് ലാമ്പ് അണഞ്ഞതിലൂടെ ഷീ അറിയുന്നുണ്ട്. നിഞ്ചുവും കൂട്ടനും അടുത്തെത്താറായപ്പോൾ ശാന്തു തന്നെയാണ് ഇങ്ങനൊരു സൊല്യൂഷൻ ഷീയോട് പറഞ്ഞത്. ഷീയെ രക്ഷപ്പെടാൻ അനുവദിച്ചിട്ട് അവർ മാത്രം ശത്രുക്കൾക്ക് പിടികൊടുക്കാം. അവരെ പിടികൂടിക്കൊണ്ടുചെല്ലുന്ന സമയത്ത് സിമാജിയാവോ എന്തായാലും തിങ്ങാൻ്റെ മുന്നിൽ തൻ്റെ നിരപരാധിത്വം തെളിയിക്കുന്നതിന് വേണ്ടി തൻ്റെ സോൾ സെർച്ച് ചെയ്യുമെന്ന് ഉറപ്പാണ്. ആ സമയത്ത് തങ്ങൾക്ക് ആവശ്യമുള്ള ഓർമ്മകൾ അവിടെ നിറയ്ക്കുകയാണെങ്കിൽ തിങ്ങാൻ തന്നെ അവനെതിരായി തിരിഞ്ഞ് അവനെ കൊന്നോളും എന്ന് ശാന്തു തന്നെയാണ് ഷീയോട് ഉപദേശിച്ചത്. അങ്ങനെ നിഞ്ചു എത്തുന്നതിന് മുമ്പ് ഷീ അവരുടെ സോൾ ക്ലെൻസ് ചെയ്ത് പഴയ ഓർമ്മകളെല്ലാം മായ്ച്ച് കളഞ്ഞിട്ട് തിങ്ങാനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ ഒരു ഓർമ്മ അവിടെ നിറച്ചതാണ്. അതുകൊണ്ടാണ് തിങ്ങാന് ഇപ്പോൾ ഇങ്ങനെ അവരുടെ ഓർമ്മയിൽ കാണാൻ പറ്റിയത്. നേരിട്ട് ഇങ്ങനെ ബോധ്യപ്പെട്ട സ്ഥിതിക്ക് ഇനി തിങ്ങാൻ സിമാജിയാവോയെ കൊല്ലും എന്നാണ് ഷീയുടെ പ്രതീക്ഷ. സിമാജിയാവോയോടൊപ്പം ഒരു വൈദ്യൻ കൂടി ഉണ്ടായിരുന്നു. അയാൾ ചെക്ക് ചെയ്തിട്ട് തിങ്ങാൻ്റെ കണ്ടീഷൻ വളരെ മോശമാണ്. ഷീ ഡെയിലി അവളുടെ സോൾ ഇങ്ങനെ ക്ലെൻസ് ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ടാണ് അവൾക്ക് ഇത്രയധികം പ്രശ്നങ്ങളുണ്ടായത്. അവൻ അവളുടെ കൾട്ടിവേഷൻ പാർട്ട്ണർ ആയതുകൊണ്ട് അവളുടെ സോൾ മാനറിനുള്ളിലേക്ക് കടന്ന് അത് റിപ്പയർ ചെയ്യാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ അവളുടെ ഓർമ്മകൾ വീണ്ടെടുക്കാൻ സാധിക്കുമെന്നും അയാൾ നിർദ്ദേശിക്കുന്നുണ്ട്. പക്ഷേ അവൾ ഇതുവരെ തന്നെ കൾട്ടിവേഷൻ പാർട്ട്ണറായിട്ട് അംഗീകരിക്കാത്ത സ്ഥിതിക്ക് അങ്ങനെ നിർബന്ധിച്ച് സോൾ മാനറിലേക്ക് കടന്നാൽ അത് ശരിയാവില്ല, അത് കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയുള്ളൂ എന്ന് സിമാജിയാവോ പറയുന്നു. തൽക്കാലം അവളുടെ ഈ പരിക്കുകൾ ഭേദമാക്കാൻ തൻ്റെ ബ്ലഡ് ഉപയോഗിക്കാൻ അവൻ നിർദ്ദേശിക്കുന്നുണ്ട്. പക്ഷേ ഡയറക്റ്റ് ബ്ലഡ് ഇപ്പോൾ അവളുടെ ശരീരത്തിൽ ഉപയോഗിച്ചാൽ ശരിയാവില്ല എന്ന് പറയുന്നതിനാൽ അത് ഗുളികകളുടെ രൂപത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ സിമാജിയാവോ നിർദ്ദേശിക്കുന്നു. ഇപ്പോൾ തന്നെ അവൻ്റെ കയ്യിൽ ഒരു ചെറിയ മുറിവുണ്ടായിട്ട് അത് ഉണങ്ങാൻ ഒരുപാട് സമയമെടുക്കുന്നു. അപ്പോൾ പിന്നെ ഇനി വീണ്ടും മുറിവുണ്ടാക്കി ബ്ലഡ് എടുക്കുകയാണെങ്കിൽ അത് അവൻ്റെ കണ്ടീഷൻ മോശമാക്കുമല്ലോ എന്ന് നിഞ്ചു ആശങ്കപ്പെടുന്നുണ്ട്. തിങ്ങാനെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി എന്ത് മുറിവുണ്ടായാലും സിമാജിയാവോയ്ക്ക് അതൊരു പ്രശ്നമല്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ മരുന്ന് റെഡിയാക്കാൻ വേണ്ട കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അവൻ പറയുന്നു. മരുന്നിന് കയ്പുണ്ടായിരിക്കരുത് എന്നും കൂടി അവൻ പ്രത്യേകം നിർദ്ദേശിക്കുന്നുണ്ട്. നിഞ്ചു വീണ്ടും ഷിയെ അന്വേഷിച്ച് പുറപ്പെടാൻ തയ്യാറെടുക്കുകയാണ്. ഹോങ്ലു തിരികെ എത്തിക്കഴിഞ്ഞാൽ ഉടനെ വിവരം അറിയിക്കാമെന്ന് സിമാജിയാവോ അവന് ഉറപ്പ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നിഞ്ചു ഷിയെ അന്വേഷിച്ച് പുറപ്പെടുന്നു. തിങ്ങാൻ ഉറക്കത്തിനിടയിൽ അവളുടെ സോൾ മാനറിനുള്ളിലേക്ക് കടക്കുന്നുണ്ട്. ഒരുപാട് കാലത്തിന് ശേഷമാണ് അവൾ അങ്ങനെ അവിടെ കയറുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം അതേതാണ് സ്ഥലമെന്ന് അവൾക്ക് മനസ്സിലാവുന്നത് പോലുമില്ല. പിന്നീടാണ് ഇത് തൻ്റെ സോൾ മാനർ ആയിരിക്കും എന്ന് അവൾ ഊഹിക്കുന്നത്. അവിടെ സിമാജിയാവോയുടെ ആ ബ്ലഡ് സീൽ ബ്ലൂം പോലെയുള്ള ഒരു ഫ്ലവർ അവൾക്ക് കാണാൻ സാധിക്കുന്നു. അങ്ങനെ ഒരെണ്ണം ഇവിടെ എങ്ങനെയാണ് വന്നതെന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല. അതേപോലെ തന്നെ അതിനുള്ളിൽ വെച്ച് ഷെൻഷു അവളെ അറ്റാക്ക് ചെയ്യാൻ വരുന്നതായും അവൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതോടെ അവൾ ഉണരുന്നു. ഈ സമയത്താണ് പുനർജനിച്ച ഹോങ്ലു അവളെ കാണാനായി അങ്ങോട്ടേക്ക് വന്നത്. തിങ്ങാനെന്ന് വിളിച്ചുകൊണ്ടാണ് ഹോങ്ലു അങ്ങോട്ടേക്ക് വന്നത്. ഇപ്പോൾ ഒരു ചെറിയ കുട്ടിയുടെ രൂപത്തിലാണ് അവൾ ഉള്ളത്. ജനിച്ചിട്ട് 3-4 ദിവസങ്ങളെ ആയിട്ടുള്ളെങ്കിലും സിമാജിയാവോയുടെ ആ സോൾ ട്രാൻസ്ഫറിങ് സ്പെല്ലിൻ്റെയും മറ്റും പ്രയോജനം കൊണ്ടാണ് അവൾ ഇത്ര പെട്ടെന്ന് തന്നെ വളർന്ന് ഇത്ര വലുതായിരിക്കുന്നത്. ഇനി 1-2 ദിവസത്തിനുള്ളിൽ അവൾക്ക് പഴയ റൂലിങ്ങിൻ്റെ ആ രൂപം കിട്ടും. അവൾ തിങ്ങാനെന്ന് തന്നെയാണല്ലോ തന്നെ വിളിച്ചത്. അതിന് കാരണം എന്താണെന്നും തിങ്ങാൻ അന്വേഷിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് ഹോങ്ലുവിനും അറിയില്ല. എനിക്ക് അങ്ങനെയാണ് വിളിക്കാൻ തോന്നിയത്. അത് മാത്രമല്ല പുനർജനിച്ച ശേഷം പലപ്പോഴും ഞാനും നീയും സിമാജിയാവോയും നിഞ്ചുവും ഒരുമിച്ചുള്ള ചില രംഗങ്ങൾ പലപ്പോഴും എൻ്റെ മനസ്സിലേക്ക് വന്നിരുന്നു. എൻ്റെ ഓർമ്മയിൽ നമ്മൾ 4 പേരും അങ്ങനെ ഒരുമിച്ചിരുന്ന് സമയം ചെലവഴിച്ചിട്ടില്ല. പിന്നെ എന്തിനെക്കുറിച്ചുള്ള ഓർമ്മകളായിരിക്കുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നും റൂളിംഗ് പറയുന്നുണ്ട്. തിങ്ങാൻ അതിനുശേഷം അവിടെ നടന്ന കാര്യങ്ങളൊക്കെ അവളോട് പറയുന്നു. സോൾ മാനറിൽ വെച്ച് കണ്ട കാര്യങ്ങളും അവൾ പറയുന്നുണ്ട്. സോൾ മാനറിൽ കണ്ട കാഴ്ചയിൽ ഷെൻഷുവിനെ കൊല്ലുന്നത് താനാണ് എന്ന് തിങ്ങാൻ കണ്ടിരുന്നു. അതിനെക്കുറിച്ചും അവൾ റൂളിങ്ങിനോട് പറയുന്നു. അപ്പോൾ പിന്നെ യാഥാർത്ഥ്യം ഏതാണ് ഫേക്ക് ഏതാണ് എന്ന് അവർക്ക് 2 പേർക്കും സംശയമാവുന്നുണ്ട്. സിമാജിയാവോ കള്ളം പറയുകയായിരുന്നെങ്കിൽ അവനിങ്ങനെ ആൻറ്റിയുടെ ഓർമ്മകളിലേക്ക് തന്നെ ഒരിക്കലും ധൈര്യത്തോടെ കൂട്ടിക്കൊണ്ട് പോവുകയില്ലായിരുന്നല്ലോ. അതുകൊണ്ട് അച്ഛനാണോ തന്നോട് ഇത്രയും കാലം കള്ളം പറഞ്ഞത് എന്നാണ് തിങ്ങാൻ ഇപ്പോൾ ശരിക്കുമുള്ള സംശയം. അവളുടെ സോൾ മാനറിനുള്ളിൽ കയറി ഒന്നുകൂടി സെർച്ച് ചെയ്ത് നോക്കാൻ പാടില്ലായിരുന്നോ എന്ന് ഹോങ്ലു ചോദിക്കുന്നുണ്ട്. പക്ഷേ കൾട്ടിവേഷൻ വളരെ ലോ ആയതുകൊണ്ട് അതിന് സാധിക്കുന്നില്ല എന്ന് തിങ്ങാൻ അറിയിക്കുന്നു. അപ്പോഴാണ് സിമാജിയാവോ അങ്ങോട്ടേക്ക് എത്തിയത്. ഹോങ്ലു എഴുന്നേറ്റ് നിന്ന് തൻ്റെ ജീവൻ രക്ഷിച്ചതിന് അവന് നന്ദി പറയുന്നു. അവൾ ഒരു കൺട്രോളില്ലാതെ ഓരോന്ന് പറഞ്ഞ് സിമാജിയാവോയെ
കളിയാക്കുന്ന രീതിയിലൊക്കെ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ തിങ്ങാൻ ചെന്ന് അവളെ പിടിച്ചുകൊണ്ടുവന്ന് അവിടെ ഇരുത്തുന്നുണ്ട്. ആ പുറകിന് തന്നെ ഫെങ്ഷിയും അങ്ങോട്ടേക്ക് എത്തുന്നു. അതോടെ 3 ഫ്രണ്ട്സിൻ്റെ റീയൂണിയനായി അവിടെ. അവർ 3 പേരും അവരുടേതായ ലോകത്ത് മുഴുകിയിരിക്കുകയാണ്. തിങ്ങാൻ ഇടയ്ക്കിടയ്ക്ക് സിമാജിയാവെ ശ്രദ്ധിക്കുന്നുണ്ട്. അവനാണെങ്കിൽ ഒന്നും പറയാതെ അവളെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. പക്ഷെ തിങ്ങാൻ ഇപ്പോൾ ആകെ കൺഫ്യൂഷനായിരിക്കുന്ന അവസ്ഥയിലായതുകൊണ്ട് അവൾ അവനോട് കൂടുതൽ അടുപ്പം കാണിക്കുകയോ അടുത്തേക്ക് നിന്ന് സംസാരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ സിമാജിയാവോ അവിടെ നിന്നങ്ങ് പോകുന്നുണ്ട്. അവൻ പറഞ്ഞതനുസരിച്ച് തിങ്ങാൻ്റെ കണ്ടീഷൻ മെച്ചപ്പെടുത്താനുള്ള മരുന്നുകൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അതൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല കയ്പുള്ളതായതിനാൽ വീണ്ടും മധുരമുള്ള രീതിയിൽ ഉണ്ടാക്കാൻ അവൻ ആവശ്യപ്പെടുന്നു. അതിനുവേണ്ടി അവൻ്റെ ബ്ലഡ് വീണ്ടും എടുക്കേണ്ടി വരുമല്ലോ. എന്തിനാണ് ഇത്രയധികം ബ്ലഡ് വേസ്റ്റ് ആക്കുന്നതെന്ന് വൈദ്യർ ചോദിക്കുന്നുണ്ടെങ്കിലും തിങ്ങാൻ കയ്പുള്ള മരുന്ന് കഴിക്കില്ല എന്നറിയാവുന്നതുകൊണ്ട് തന്നെ അത് വീണ്ടും ഉണ്ടാക്കാൻ സിമാജിയാവോ സ്ട്രിക്റ്റ് ആയിട്ട് നിർദ്ദേശിക്കുന്നു. നിഞ്ചു ഷീക്ക് വേണ്ടിയുള്ള തിരച്ചിലിനാണ്. അതിനിടയിൽ ഹോങ്ലു തിരികെ എത്തിയ ആ മെസ്സേജ് സിമാജിയാവോ അവനെ അയക്കുന്നുണ്ട്. അറിഞ്ഞപ്പോൾ അവന് സന്തോഷമാവുന്നു. തിരികെ ചെല്ലുമ്പോൾ അവളെ കാണാമെന്നുള്ള ആശ്വാസത്തിലാണ് അവൻ.